ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് ലഭിക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ ജ്ഞാനസ്നാനത്തിൽ പരിശുദ്ധമാനെ ലഭിച്ചു. അപ്പോസ്തലന്മാർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം നൽകിയപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുവചനത്തിലൂടെയാണ്. അവിടെ പത്രോസ് ശക്തമായി സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രോസിന്റെ സുവിശേഷ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും ആത്മാവ് വന്നു. നമ്മൾ കൺവെൻഷനുകളിൽ ആൾക്കാർ പോകാറുണ്ട്, വചനം ശ്രവിക്കുവാൻ ധ്യാനകേന്ദ്രങ്ങളിൽ പോകാറുണ്ട്. അവർ ചിലവരൊക്കെ പറഞ്ഞു കേൾക്കുന്നത്, ഞങ്ങൾ കുറേ നാളുകളായി വന്ന് ധ്യാനം കേൾക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് യാതൊന്നും ലഭിക്കുന്നില്ല. പുതിയതായി വരുന്നവർക്കെല്ലാം ദൈവം സമർത്ഥമായി അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണം എന്താണ്? നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ വചനം കേൾക്കുകയല്ല ചെയ്യുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, മക്കളുടെ ആവശ്യങ്ങൾ, നമ്മളെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്ന പലരുടെ ആവശ്യങ്ങൾ, ഇതെല്ലാം ഈ പ്രാർത്ഥന സമയത്ത് നമ്മൾ പറഞ്ഞ് അങ്ങോട്ട് ഈശോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം പറയുന്ന സ്വരം കേൾക്കുന്നില്ല, അതിന് പ്രത്യുത്തരം കൊടുക്കുവാനും നമുക്ക് കഴിയുന്നില്ല. ഇവിടെ പത്രോസിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും ആത്മാവ് വന്നു. കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടു. അവർ പുതിയ ഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും പത്രോസിനെ കൂടെ ഉണ്ടായിരുന്ന പരിച്ഛേദരായ യഹൂദർ കേട്ടു. അവർ വിസ്മയിച്ചു. പത്രോസ് പറയുന്നുണ്ട്, നമ്മളെപ്പോലെ തന്നെ നമ്മൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഇവർക്ക് ലഭിച്ചെങ്കിൽ ഇവർക്ക് യേശുവിനെ ജ്ഞാനസ്നാനം ലഭിക്കുവാൻ ആര് എതിര് നിൽക്കും? അവന് കൽപ്പിച്ചു, അവർക്ക് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സ്നാനം നൽകുക. പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കും. ചിലവർ ധ്യാനത്തിൻ്റെ അവസാന ദിവസം പോകാറുണ്ട് കൂടുതൽ അഭിഷേകം ലഭിക്കുവാൻ. ധ്യാനത്തിന് ആരംഭം മുതൽ തന്നെ പോകണം. കാരണം ആരംഭത്തിലാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ച്, നമ്മുടെ ആന്തരികമായ മുറിവിനെക്കുറിച്ച്, വിശ്വാസം ജ്വലിക്കേണ്ടതിനെക്കുറിച്ച് എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. അവിടെ നമ്മളെ വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ ദൈവത്തിന് മുമ്പിലേക്ക് മാറ്റിവെക്കപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വർഷം നമ്മളിലേക്ക് ഉണ്ടാകുന്നത്. പത്രോസിനെ പ്രസംഗം കേട്ട് ആൾക്കാർ മാനസാന്തരപ്പെട്ട് കർത്താവിന് വേണ്ടി തന്നെ ജീവിതത്തെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടപ്പോഴാണ് വിജാതിയരുടെ മേൽ പോലും ദൈവത്തിൻ്റെ ആത്മാവ് വർഷിക്കപ്പെട്ടത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു സഹോദരിയുടെ മകൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, അവനൊരു നോട്ടീസുമായി അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അമ്മ പറഞ്ഞു, മോനെ ഇത് നമുക്കുള്ളതല്ല, ഇത് ക്രിസ്ത്യാനികൾക്കുള്ളതാണ്. അവൻ ആ നോട്ടീസിൻ്റെ അടിഭാഗം വായിച്ച് കേൾപ്പിച്ചു. അമ്മ, ഇതിലെഴുതിയിട്ടുണ്ടല്ലോ, ജാതി മത ഭേദമന്യേ ഏവർക്കും സ്വാഗതം. ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് തോന്നി ഇതൊന്ന് പോയി കൂടിയാക്കാം. അമ്മ അങ്ങനെ ഒരു ധ്യാനകേന്ദ്രത്തിൽ പോകാൻ തീരുമാനിച്ചു. ചുരുക്കി പറയുന്നു, ധ്യാനകേന്ദ്രത്തിൽ ചെന്നു. ദൈവവചനം കേട്ടപ്പോൾ അവളിൽ ആത്മാവിൻ്റെ പ്രവാഹം സമൃദ്ധമായി ഉണ്ടായി. അവൾ തിരിച്ചു പോരുന്ന വഴിക്ക് ക്രിസ്തീയ കുടുംബത്തിൽപ്പെട്ട വ്യക്തികളോട്, തൻ്റെ വീടിനെ സമീപത്തുള്ള വ്യക്തികളോട് അവൾ യേശുവിൻ്റെ ശരീര രക്തങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക, വിശുദ്ധ കുർബാനയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് അവൾ ധ്യാനകേന്ദ്രത്തിൽ നിന്നും വീട്ടിലേക്ക് പോരുന്നത്. ഇത് കേട്ട മാമോദിസ സ്വീകരിച്ച സഹോദരിമാർ അത്ഭുതപ്പെട്ടു. അവൾക്ക് ലഭിച്ച അഭിഷേകം അവൾ കളയാതെ സൂക്ഷിച്ചു. സമയത്തിൻ്റെ പൂർണ്ണതയിൽ
അവളും അവളുടെ ഭർത്താവും പ്രായപൂർത്തിയായ 2 ആമക്കളും ജ്ഞാനസ്നാനം എന്ന കൂദാശ സ്വീകരിച്ചു. ദൈവവചന ശ്രവണത്തിലൂടെ അവൾക്ക് കിട്ടിയ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം അവളിൽ നഷ്ടപ്പെടാതെ അവൾ കാത്തു സൂക്ഷിച്ചു. സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവത്തിൻ്റെ അഭിഷിക്തരിലൂടെ അവർക്ക് മാമോദിസ സ്വീകരിക്കുവാനും ഒരു ക്രിസ്തീയ നല്ല കുടുംബം എന്ന നിലയിൽ കൂദാശകളെല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനും അവർക്ക് സാധിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം എപ്രകാരമെന്ന് അറിയാൻ സാധിക്കുകയില്ല. അവൾ മാത്രമല്ല, അവളുടെ സഹോദരിയും ഇതുപോലെ മാമോദിസ സ്വീകരിച്ചു. അവരും ആത്മാവിൽ നയിക്കപ്പെടുന്നു. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ പുരാതന ക്രൈസ്തവ വിശ്വാസികളാണ് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. അവിടെ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ മേൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കുറേ നാളുകളായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പല കാര്യങ്ങളും. പക്ഷേ അർത്ഥം മനസ്സിലാക്കുവാനോ വചനം കേട്ട് തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനോ നമ്മളാരും തയ്യാറാകുന്നില്ല. എന്നെ ശ്രവിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഇനിയെങ്കിലും നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടാം. ദൈവം നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കട്ടെ, നമ്മളെ വിശദീകരിക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരട്ടെ. ക്രിസ്തുവിന് വേണ്ടി അപ്പസ്തലന്മാർ ജീവിക്കാൻ തയ്യാറായതുപോലെ നമ്മൾക്കും ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാൻ തയ്യാറാകാം. എന്നെ ശ്രവിക്കുന്ന എവരിലേക്കും പരിശുദ്ധന്മാരുടെ അഭിഷേകം സമർത്ഥമായി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഈസ്റ്റർ ടോക്സ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നതും ഒരു ദൈവിക ശുശ്രൂഷയാണ്. ഒരു ദൈവവചനമാണ് ശ്രവിക്കുന്നത്. നിങ്ങൾക്ക് പോയി പറയാൻ സാധിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് അവരോട് വചനം പങ്കുവെക്കാം. ഇതൊന്ന് അയച്ചു കൊടുത്താൽ മതി. ഹല്ലേലൂയ. ദൈവമേ, ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും നിന്റെ ആത്മാവിൻ്റെ വർഷം സമർത്ഥമായി ഉണ്ടാകട്ടെ. അവരുടെ ആവശ്യങ്ങളിലേക്ക് നീ കടന്നു വരണമേ. അവരെ നീ തൊട്ട് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.